ഹലോ ഗൈസ്, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീണ്ടും ഒരു വീഡിയോ ചെയ്യാണ്. അപ്പം നമ്മൾ ഇതിന് മുൻപ് രണ്ട് ട്രേഡിംഗ് വീഡിയോ ചെയ്തിരുന്നു. യൂറോ USDയുടെ ഈ ഒരു 8 ദിവസം മുൻപ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോയും അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് 3 ദിവസം മുൻപ് ചെയ്തിട്ടുള്ള വീഡിയോ, ഇത് രണ്ടും സെയിം ആണ്. 3 ദിവസം മുൻപ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ഒരു ഞായറാഴ്ച അപ്ലോഡ് ചെയ്തതാണ്. അന്ന് ഞാൻ കുറച്ച് പ്രഡിക്ഷൻസ്, ഒരു മാർക്കറ്റിൽ അനാലിസിസ് പ്രകാരം യൂറോ USD മൊത്തം അപ് ട്രെൻഡ് ആണെന്നും പക്ഷെ താഴത്തേക്ക് വരാൻ സാധ്യതകൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. 2-3 സോൺസ് മാർക്ക് ചെയ്തിരുന്നു. നമ്മൾ ആ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മാർക്ക് ചെയ്ത ഇമേജ് ഇതാണ്. നിങ്ങൾ ആ ഈ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടോ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഈ ഒരു സംഭവം അതേപോലെ തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. SMT എന്തുകൊണ്ടാണ് നടുവിലുള്ളത്, നമ്മളൊരു ട്രാപ്പ് ആണ് എന്ന് പറയുന്നത് ഇവിടെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നുണ്ട്. കാരണം ഒരു ഡിസിഷണൽ സോൺ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞപ്പം നമ്മൾ അടുത്ത് എക്സ്പെക്ട് ചെയ്യുന്നത് എക്സ്ട്രീം സോണിലേക്ക് പോകും എന്നുള്ളതാണ്. എന്ന് വെച്ചിട്ട് എപ്പോഴും എക്സ്ട്രീം സോണിലേക്ക് പോകണമെന്നില്ല, ട്രേഡിംഗ് പ്രോബിലിറ്റി ആണ്. സോ മേ ബി എക്സ്ട്രീം സോണിലേക്ക് പോകാം, അല്ലെങ്കിൽ കുറച്ച് താഴത്തേക്ക് വന്ന് ഏതെങ്കിലും ഒരു സോൺ തട്ടി വീണ്ടും മേലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. പക്ഷെ ആസ് പെർ നമ്മൾ പഠിച്ചതനുസരിച്ച് ഡിസിഷണൽ സോൺ ആണ് കൂടുതൽ, മീൻസ് എക്സ്ട്രീം സോൺ ആണ് കൂടുതൽ പ്രോബിലിറ്റി ഓഫ് വിന്നിങ് തരുന്നത്. ഡിസിഷണൽ സോൺ നമുക്ക് റിസ്ക് ഉണ്ട്, പക്ഷെ എന്നാലും നല്ല രീതിയിൽ റിസൾട്ട് തരാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഡിസിഷണൽ സോൺ ബ്രേക്ക് ചെയ്തപ്പം അടുത്ത SMT സോൺ ആയിരുന്നു 1 ഹവറിൽ. നിങ്ങൾ നോക്കുമ്പം ഈ ഒരു ക്യാൻഡിൽ ഫോം ചെയ്തിട്ട് കണ്ടാൽ നേരെ വന്ന് ഈ ഒരു സോണ് തട്ടിയതിന് ശേഷം അപ്പൊ നമുക്ക് മനസ്സിലായി, ഓക്കെ ഇത് SMT, നമ്മൾ പഠിപ്പിച്ച ആൾക്കാർക്ക് മനസ്സിലായി ഇതൊരു SMT ആണെന്ന്. അല്ലാത്ത ഒരാളാണെങ്കിൽ ഇവിടെ ഇത് മാർക്ക് ചെയ്ത് സോൺ ആണ്, അല്ലെങ്കിൽ ഇൻസൈഡ് ബാർ ക്യാൻഡിൽ സോൺ ആണെന്നൊക്കെ മനസ്സിലായിട്ട് ഇതൊരു സോണ് തട്ടിയത് കൊണ്ട് നമ്മൾ ഇവിടെ വേണമെങ്കിൽ ഒരു എൻട്രി എടുത്തു എന്ന് കരുതുക. എൻട്രി എടുക്കുമ്പോൾ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റായികയല്ല, ചെറിയ രീതിയിൽ എൻട്രി എടുക്കാം. റിസ്ക് റിവാർഡ് കുറവാണെങ്കിൽ നമുക്ക് ചെറിയ രീതിയിൽ മൈനർ സ്ട്രക്ചറിനകത്ത് എൻട്രി എടുത്ത് ടൈം ഫ്രെയിം ഒക്കെ നോക്കി കൺഫർമേഷൻ ഒക്കെ കിട്ടിയിട്ട് നമുക്ക് എൻട്രി എടുക്കാം. സോ എന്തായി, ഇവിടെ തന്തി മേലേക്ക് പോകുന്ന പ്രതീക്ഷയിലെ ആൾക്കാർ മേലേക്ക് പോയിട്ടുണ്ടാകും. സ്വാഭാവികമായിട്ടും ഈ ഒരു സോണിന്റെ താഴെയായിരിക്കും മിക്ക ആൾക്കാരും സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടാവുക. ഈ ഒരു ക്യാൻഡിൽ കണ്ടു, ഇതിപ്പം ഇവിടെ ഗ്രീൻ ആയിട്ടാണ് ഫോം ചെയ്തിരിക്കുന്നത്. സോ സ്വാഭാവികമായിട്ട് ആദ്യം എന്താ ഉണ്ടായിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള ആൾക്കാരുടെ സകല സ്റ്റോപ്പ് ലോസും ഹണ്ട് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ള ഒരു ക്യാൻഡിലാണ്. അതിനുശേഷം നമ്മൾ മുൻപ് പറഞ്ഞിട്ടുള്ള ഈ ഒരു സോണിന്റെയും സ്റ്റോപ്പ് ലോസ് കണ്ടു. അപ്പൊ ഈ ഒരു ക്യാൻഡിൽ കൊണ്ട് ബൈ സൈഡ് ലിക്വിഡിറ്റിയും സെൽ സൈഡ് ലിക്വിഡിറ്റിയും എല്ലാം സ്വീപ്പ് ചെയ്തിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേ ആണ് ഈ ഒരു ക്യാൻഡിൽ എന്ന് പറയുന്നത്. അതിനുശേഷം ഇത്രയും വലിയൊരു ബുള്ളിഷ് ക്യാൻഡിൽ തന്നിട്ടും പിന്നീട് എന്താ ഉണ്ടായത്, വീണ്ടും മാർക്കറ്റ് താഴത്തേക്ക് വരികയാണ് ചെയ്തത്. സോ നമ്മളിവിടെ ഇവിടെ ബൈ ചെയ്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ ആൾക്കാരുടെ ലിക്വിഡിറ്റി അവർ എടുത്തിട്ടുണ്ട്. സെല് ചെയ്ത ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഈ ഒരു മാർക്കറ്റ് മാനിപ്പുലേഷൻ എന്നൊക്കെ പറയുന്ന സംഭവമാണ് ഇതാണ്. പക്ഷെ നമുക്കറിയാം മാർക്കറ്റ് താഴത്തേക്ക് വരാനാണ് സാധ്യത എന്നറിയാം. ഈ ഒരു ഭാഗത്ത് നമ്മൾ എൻട്രി എടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഏതൊരു ടാർഗറ്റ് ആയിട്ട് സെറ്റ് ചെയ്തെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ടാവും. അടുത്തൊരു സോൺ ഇതാണ്. ഇനിയും എൻ്റെ ഒരു എക്സ്പെക്ടേഷനിൽ മേ ബി ഇതും ഇവിടെ എന്തെങ്കിലും ഒരു പ്ലേ നടക്കാനുള്ള സാധ്യതകളുണ്ട്. പക്ഷെ ഞാൻ പ്രതീക്ഷിക്കുന്നത് മേ ബി ഈ ഒരു സോണിലേക്ക് കൂടി മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്നിട്ട് ഇവിടെ നമ്മൾ ചെറിയ ടൈം ഫ്രെയിമിലൊക്കെ പോയി നോക്കി ഒരു പ്രോപ്പർ എൻട്രി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, ഇൻഡ്യൂസ്മെന്റ് ഒക്കെ നോക്കി കിട്ടുകയാണെങ്കിൽ നമ്മൾ എൻട്രി എടുക്കും. അങ്ങനെയാണ് സംഭവം ചെയ്യാറ്. പക്ഷെ മേ ബി ഇവിടെ തട്ടി, മേ ബി ഓൾറെഡി തട്ടിയിട്ടുണ്ട്. ഇനി മേ ബി ഇവിടുന്ന് വേണമെങ്കിൽ പോകാനുള്ള സാധ്യതകളും ഉണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് ഞാൻ പറഞ്ഞ പോലെ ട്രേഡിംഗ് പ്രോബിലിറ്റിയുടെ കേസാണ്, ഇങ്ങനെ സംഭവിക്കാം. ബട്ട് കൂടുതൽ കൺഫർമേഷൻ എന്ന രീതിയിൽ ഞാൻ ഇത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എന്ന് മാത്രം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് സോൺസിനെ കുറിച്ചാണ്. കാരണം നമ്മുടെ യൂട്യൂബിനകത്ത് ഫുൾ പ്ലേലിസ്റ്റുകൾ ഉണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ട്രേഡിങ്ങിന്റെ പല രീതിയിലുള്ള പ്ലേലിസ്റ്റുകൾ ഉണ്ട്. എന്നാലും ഈ ഒരു 2 വീഡിയോ ചെയ്ത ആൾക്കാരിൽ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടാവും, ഒരു സോൺസ് മാർക്ക് എങ്ങനെയാണ് സോൺ മാർക്ക് ചെയ്യുക എന്നുള്ളത്. സോൺ എന്ന് പറയുന്നത് ഇപ്പം SMC എന്ന് മാത്രമല്ല, നിങ്ങളൊരു സപ്പോർട്ട് റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യുന്നത് എല്ലാത്തിലും ഈ ഒരു കണ്ടില്ലേ, ഈ ഒരു ക്യാൻഡിൽ ഇങ്ങനെ ഫോം ചെയ്തിട്ട് ഈ ഒരു ട്രെൻഡ് ഇങ്ങനെ പോയിട്ട് ഒരു പെർട്ടിക്കുലർ രീതിയിൽ എത്തിയിട്ട് തട്ടിയിട്ട് വീണ്ടും മേലേക്ക് കയറും. ഈ ഒരു ഏരിയ നമുക്ക് എങ്ങനെയാണ് മാർക്ക് ചെയ്യുക എന്നുള്ളത് ഞാൻ ഒന്നും കൂടി പറയുകയാണ്. നമ്മുടെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതെല്ലാം കണ്ട ആൾക്കാർക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് സോൺസ് വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് മാർക്ക് ചെയ്യാം. നമുക്ക് ഞാനിത് ബുള്ളിഷ് സൈക്കിളിലാണ് പറയുന്നത്. അത് ലൈവായിട്ട് BTCയുടെ ചാർട്ടിനകത്ത് തന്നെ ഞാൻ കാണിച്ചു തരാം. 4 ഹവറിനകത്ത് BTC ചാർട്ടിനകത്ത് തന്നെ ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് സോണിന്റെ ക്രൈറ്റീരിയാസ് എന്ന് പറഞ്ഞുതരാം. BTC എടുത്ത് കാണിച്ചു തരാം. ഇതിനകത്ത് തന്നെ നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഇത് എങ്ങനെയാണെന്നുള്ളത്. 2-3 സോൺസ് ഉണ്ട്. അപ്പം സോൺസ് മാർക്ക് ചെയ്യാൻ 2-3 മെത്തേഡ്സ് ഉണ്ട്. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ബിഫോർ ദാറ്റ് ഞാൻ പറഞ്ഞല്ലോ, ഈ ചാനലിൽ പ്ലേലിസ്റ്റ് എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് എല്ലാം ആദ്യം മുതൽ അറിയണം എന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു പ്ലേലിസ്റ്റ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. അതല്ല ഇനി മുതൽ കണ്ടാൽ മതി എന്നുണ്ടെങ്കിൽ സോൺസ് മാർക്ക് ചെയ്യുക. സോൺസിന് മുമ്പ് പല ഫാക്ടേഴ്സ് ഉണ്ട്. ഓർഡർ ബ്ലോക്ക് ഉണ്ട്. സോൺസ് എന്ന് ഉദ്ദേശിക്കുന്ന ഓർഡർ ബ്ലോക്ക് കൂടിയാണ്. ഓർഡർ ഫ്ലോസ് ഉണ്ട്, അതുപോലെ തന്നെ മൾട്ടിപ്പിൾ സംഭവങ്ങൾ ഉണ്ട്. ഓർഡർ ഫ്ലോസ്, ഇൻഡ്യൂസ്മെന്റ്സ്, ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ മെല്ലെ മെല്ലെ ഓരോന്നായിട്ട് പറയാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പം ഈ ഒരു ചാർട്ടിനകത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും എവിടെയാണ് സോൺ, ഏതൊക്കെ രീതിയിലാണ് സോൺ മാർക്ക് ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു വീഡിയോ ആയിരിക്കും ഇത്. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും, പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ ശ്രമിക്കാം. അപ്പം ഫസ്റ്റ് ഈ ഒരു ഓർഡർ ബ്ലോക്ക് അല്ലെങ്കിൽ ഒരു സോൺ മാർക്ക് ചെയ്യുന്നതിനേക്കാളും മുമ്പ് നിങ്ങൾ പുൾ ബാക്കിന്റെ ഒരു കേസ് നിങ്ങൾക്ക് മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പുൾ ബാക്ക്, അതിന് തൊട്ട് മുൻപത്തെ വീഡിയോയിൽ വരെ ഞാൻ എങ്ങനെയാണ് പുൾ ബാക്ക് പ്രോപ്പർ ആയിട്ട് മാർക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഒന്നും കൂടി റിവൈൻഡ് ചെയ്യാണ്.
അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്കൊരു ഓർഡർ ബ്ലോക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ പുൾ ബാക്കും ഒരു ഇംബാലൻസും ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഈ ഓർഡർ പുൾ ബാക്കിനെ കുറിച്ച് ഒന്നും കൂടി പറയുന്നത്. ബുള്ളിഷ് പുൾ ബാക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 3 ക്യാൻഡിൽ ഫോം ചെയ്തു, അതിനുശേഷം ഇവിടെ 2 റെഡ് ക്യാൻഡിൽ ഫോം ചെയ്തുകൊണ്ട് ഒരിക്കലും അത് പുൾ ബാക്ക് ആവില്ല. പുൾ ബാക്ക് ആവണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ക്യാൻഡിൽ, ഈവൻ ഇപ്പോൾ ഒരു റെഡ് ക്യാൻഡിൽ അല്ല, ഒരു ഗ്രീൻ ക്യാൻഡിൽ ആണെന്ന് തന്നെ വിചാരിക്കുക. പക്ഷേ ഈ ഗ്രീൻ ക്യാൻഡിലിന്റെ വിക്ക് ഈ തൊട്ട് മുൻപ് ഫോം ചെയ്തിട്ടുള്ള ക്യാൻഡിലിന്റെ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, അപ് ട്രെൻഡിന്റെ കേസിലാണ് പറയുന്നത്, ഒരു അപ് ട്രെൻഡിന്റെ കേസിൽ മൾട്ടിപ്പിൾ ആയിട്ട് ക്യാൻഡിൽസ് മേലെ പോയിക്കൊണ്ടിരിക്കുകയാണ്, എന്നിട്ട് താഴത്തേക്ക് വരുന്ന ഒരു ക്യാൻഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടെ ഒരു ക്യാൻഡിൽ ഫോം ചെയ്തിട്ട് ഈ തൊട്ട് മുൻപ് ഫോം ചെയ്തിട്ടുള്ള ക്യാൻഡിലിന്റെ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അതൊരു പ്രോപ്പർ പുൾ ബാക്ക് ആയിരിക്കും. കാരണം തൊട്ട് മുൻപത്തെ ക്യാൻഡിലിൽ ലിക്വിഡിറ്റി എടുത്ത് പോകുന്നത് പുൾ ബാക്ക് ആണ് നമ്മൾ കൺസിഡർ ചെയ്യും. ഡൗൺ ട്രെൻഡിന്റെ കേസിൽ നേരെ തിരിച്ചാണ്. മാർക്കറ്റ് താഴത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ ഗ്രീൻ വന്നതുകൊണ്ട് ഒരിക്കലും ഒരു പുൾ ബാക്ക് ആവില്ല. ഈ മാർക്കറ്റിന്റെ ഹൈ ബ്രേക്ക് ചെയ്യണം, ബ്രേക്ക് അല്ലെങ്കിൽ സ്വീപ്പ് ചെയ്യാൻ, ലിക്വിഡിറ്റി എടുക്കണം. തൊട്ട് മുൻപ് ഫോം ചെയ്തിട്ടുള്ള ക്യാൻഡിലിന്റെ ലിക്വിഡിറ്റി എടുത്തു കഴിഞ്ഞാലാണ് നമ്മൾ ഒരു പ്രോപ്പർ പുൾ ബാക്ക് ആക്കിയിട്ട് പറയുക. ഇത് നിങ്ങൾ മനസ്സിലാക്കുക. പുൾ ബാക്കിന്റെ കേസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന് എനിക്ക് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, ഇവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അത് കണ്ട് മനസ്സിലാക്കുക. ഇനി ഈ പറഞ്ഞ പുൾ ബാക്കിന്റെ കൂടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇംബാലൻസ് ആണ്. നമുക്ക് 2 തരത്തിൽ ഇംബാലൻസ് വേണമെങ്കിൽ പറയാം. ഒരു ക്യാൻഡിൽ ഇവിടെ ഫോം ചെയ്തു എന്ന് വിചാരിക്കാം, ഒരു അടുത്തൊരു ക്യാൻഡിൽ ഇതുപോലെ വീണ്ടും ഫോം ചെയ്തു, ഒരു 4 ക്യാൻഡിൽ ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട് തന്നെ കരുത് നിങ്ങൾ. ഈ ഒരു ക്യാൻഡിൽ ഫോം ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ക്യാൻഡിൽ ലാസ്റ്റ് ഈ ഒരു ക്യാൻഡിലിന്റെ വിക്ക് നമുക്ക് ഇവിടെ വന്ന് സ്വീപ്പ് ചെയ്തു. അപ്പൊ നമുക്ക് എന്താ മനസ്സിലായി, ഇതൊരു പുൾ ബാക്ക് ഉള്ള ക്യാൻഡിൽ ആണെന്ന് മനസ്സിലായി. കാരണം ഈ ക്യാൻഡിലിന്റെ ലോ സ്വീപ്പ് ചെയ്തിട്ടുണ്ട്, ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊരു പുൾ ബാക്ക് ആണെന്ന് മനസ്സിലായി. ഇനി ഈ ഒരു ക്യാൻഡിൽ ഇതേപോലെ തന്നെയാണ് വിചാരിക്കുക, അടുത്തൊരു ക്യാൻഡിൽ ഇങ്ങനെയാണ് എന്ന് കരുതുക, ഇങ്ങനെയാണെന്ന് കരുതുക. അപ്പൊ നമുക്ക് എന്താ മനസ്സിലാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്യാൻഡിൽ ഇത് ഇങ്ങനെയാണ് വിചാരിക്കുക കേട്ടോ. ഒന്നാമത്തെ ക്യാൻഡിലും മൂന്നാമത്തെ ക്യാൻഡിലും തമ്മിൽ ഒരു ബ്രേക്ക് ഗ്യാപ്പ് ഉണ്ടോ എന്ന് നോക്കുക, ഒരു ഇംബാലൻസ് ഉണ്ടോ എന്ന് നോക്കുക. ഇത് പല രീതിയിലും പല ആൾക്കാരും പറയും, പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് പല പോലെയാണ് പഠിപ്പിക്കുക. ഇംബാലൻസ് എന്ന് പറയും, FVG എന്ന് പറയും, ഫെയർ വാല്യൂ ഗ്യാപ്പ്, അങ്ങനെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ എന്ത് ടൈമാ പഠിച്ചേക്കണം അറിയില്ല. ഞാൻ FVG അല്ല, ഞാൻ ഇംബാലൻസ് എന്നാണ് പറയുന്നത്. അപ്പം ഈ ലിക്വിഡിറ്റി തൊട്ട് മുൻപ് ലിക്വിഡിറ്റി എടുത്ത് അല്ലെങ്കിൽ ഒരു പുൾ ബാക്ക് തന്ന ക്യാൻഡിലും മൂന്നാമത്തെ ക്യാൻഡിലും തമ്മിൽ ഒരു ഗ്യാപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഒരു ഇംബാലൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഇംബാലൻസ് തരാൻ മുമ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പുൾ ബാക്ക് എടുത്ത ക്യാൻഡിലെ മൊത്തം നമ്മൾ സോൺ ആയിട്ട് മാർക്ക് ചെയ്യും. ഇത്രയ്ക്ക് സിമ്പിൾ ആണ് ഒന്നാമത്തെ കോൺസെപ്റ്റ്. ഒരു അപ് ട്രെൻഡ് പോവുകയാണെന്നുണ്ടെങ്കിൽ, ഡൗൺ ട്രെൻഡ് നേരെ തിരിച്ചാട്ടുന്നെങ്കിൽ ഡൗൺ ട്രെൻഡിനെ കുറിച്ച് പറയണമെങ്കിൽ താഴെ കമന്റ് ചെയ്താൽ മതി. ഡൗൺ ട്രെൻഡ് ഇതേപോലെ എക്സാമ്പിൾ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ചെയ്തു തരാം. അപ്പോൾ ഡൗൺ ട്രെൻഡ് കൺഫ്യൂസ്ഡ് ആവും, ഇപ്പോൾ എല്ലാം കൂടി ചെയ്യുമ്പോൾ കൺഫ്യൂസ്ഡ് ആവും. അതുകൊണ്ടാണ് ഡൗൺ ട്രെൻഡിനെ കുറിച്ച് പറയാത്തത്. ഒരു മാർക്കറ്റ് അപ് ട്രെൻഡിന്റെ കേസിൽ മാർക്കറ്റ് മേലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ക്യാൻഡിൽ ലാസ്റ്റ് ഫോം ചെയ്ത ക്യാൻഡിൽ ലോ ബ്രേക്ക് ചെയ്തിട്ടുള്ള ഒരു ക്യാൻഡിൽ വന്നു. ആ ക്യാൻഡിൽ ഫോം ചെയ്തിട്ട് രണ്ടാമത്തെ അല്ലെങ്കിൽ മൂന്നാമത്തെ ക്യാൻഡിൽ തമ്മിൽ ഒരു ഇംബാലൻസ് കൂടി ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ ലോ ബ്രേക്ക് ചെയ്തിട്ടുള്ള പുൾ ബാക്ക് തന്നിട്ടുള്ള ക്യാൻഡിൽ നമ്മളൊരു സോൺ ആയിട്ട് കൺസിഡർ ചെയ്യും. ഇതാണ് ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത്. ഈ ഇംബാലൻസിന്റെ കോൺസെപ്റ്റ് എന്താ നിങ്ങൾക്ക് അറിയാമെന്ന് അറിയില്ല, വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു മാർക്കറ്റിനകത്ത് 5 രൂപയ്ക്കും 10 രൂപയ്ക്കും 15 രൂപയ്ക്കും 20 രൂപയ്ക്കൊക്കെ വിൽക്കാൻ ഒരുപാട് സാധനങ്ങൾ ഉണ്ട് വിചാരിക്കുക. ഒരു പെർട്ടിക്കുലർ സാധനം 5 രൂപയ്ക്കും 10 രൂപയ്ക്കും 15 രൂപയ്ക്കും 20 രൂപയ്ക്കും വിൽക്കാൻ ആൾക്കാരുണ്ട്. 20 രൂപയ്ക്ക് 20 എണ്ണം വിൽക്കുന്ന ഒരാളുണ്ട് എന്ന് കരുതുക. അപ്പം മാർക്കറ്റിൽ വാങ്ങാൻ ഒരാൾ വരികയാണ്, ഒറ്റയടിക്ക് അവരെന്ത് ചെയ്യും, 20 രൂപയ്ക്ക് 20 എണ്ണം വേണമെന്ന് പറയുമ്പോൾ 5 രൂപയ്ക്കും 10 രൂപയ്ക്കും 15 രൂപയ്ക്കും ഉള്ളവരൊന്നും വാങ്ങില്ല, 20 രൂപയ്ക്കുള്ള നേരിട്ട് വന്ന് വാങ്ങും. അപ്പം 5 രൂപയ്ക്കും 10 രൂപയ്ക്കും 15 രൂപയ്ക്കൊക്കെ വിൽക്കാൻ വെച്ചാൽ അവർക്ക് സെല്ലാവില്ല. അപ്പം അവിടെ ഒരു ബാലൻസ്, ഒരു കറക്റ്റ് അല്ലല്ലോ. കാരണം ചെറിയ പൈസ ഉണ്ടെങ്കിൽ പോലും വലിയ പ്രൈസിലാണ് ആൾക്കാർ വിൽക്കാൻ പോയിട്ടുണ്ടാവുക. അപ്പൊ ഒറ്റയടിക്ക് 20 രൂപ ഉള്ളത് 20 എണ്ണം ഉള്ളത് ഒറ്റയടിക്ക് ഫില്ലാവും, ചെറിയ ചെറിയ സ്റ്റോക്കുകൾ ഫില്ലാവില്ല. സോ അവിടെ ഒരു ബാലൻസ് ഇല്ലായ്മ വരും സെല്ലേഴ്സ് തമ്മിൽ. കാരണം കുറഞ്ഞ പൈസക്ക് വിറ്റിട്ടും അവരേത് പോയിട്ടില്ല എന്നുള്ള രീതിയിൽ കോൺസെപ്റ്റ്. അതേപോലെ തന്നെ ട്രേഡിങ്ങിന്റെ കോൺസെപ്റ്റിൽ ചെറിയ പ്രൈസും വലിയ പ്രൈസും ഒറ്റയടിക്ക് എക്സിക്യൂട്ട് ആവും, അതിനിടയിലുള്ള പ്രൈസ് എക്സിക്യൂട്ട് ആവാതെ വരുമ്പോൾ അവിടെ ഒരു ഇംബാലൻസ് വരും. അപ്പോൾ എല്ലാവരോടും നീതി അല്ലല്ലോ ചെയ്യുന്നത്, അങ്ങനത്തെ ഒരു സംഭവമാണ്. അതിനെക്കുറിച്ച് നമ്മൾ പറയുന്നില്ല, ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കാറ്റഗറി പറഞ്ഞത് ഒരു അപ് ട്രെൻഡ് ഫോം ചെയ്യണം. ആ ട്രെൻഡിനകത്ത് എന്തുണ്ടായി, ഒരു അപ് ട്രെൻഡ് ആണെങ്കിൽ തൊട്ട് മുൻപ് ലിക്വിഡിറ്റി എടുത്തിട്ടുള്ള ക്യാൻഡിലും മൂന്നാമത്തെ ക്യാൻഡിലും തമ്മിൽ ഒരു ഇംബാലൻസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഒരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ ഒരു സോൺ ആയിട്ട് കൺസിഡർ ചെയ്യാം. നിങ്ങൾക്ക് ഇതിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇവിടെ എവിടെയോ യെസ്, ഇവിടെ നോക്കിയപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്യാൻഡിൽ കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. നമുക്ക് എന്തായി, മാർക്കറ്റ് താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഈ ഒരു പെർട്ടിക്കുലർ ക്യാൻഡിൽ ഈ ക്യാൻഡിലിന്റെ ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ ക്യാൻഡിലും ഈ ഒരു ക്യാൻഡിലും തമ്മിൽ നമുക്കൊരു പ്രോപ്പർ ഇംബാലൻസും കാണാൻ കഴിയുന്നുണ്ടല്ലോ. അപ്പൊ നമുക്ക് പുൾ ബാക്ക് തന്ന ക്യാൻഡിൽ ഒരു സോൺ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പൊ നമ്മൾ ഇത് ഒരു സോൺ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ഇതാണ് ഒന്നാമത്തെ ക്രൈറ്റീരിയ. ഇനി രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞത് ഇതേപോലെ തന്നെയാണ്. ഒരു സോൺ ഇങ്ങനെ ക്യാൻഡിൽ ഫോം ചെയ്തു, രണ്ടാമത്തെ ക്യാൻഡിൽ ഇതേപോലെ തന്നെ വന്നു. മൂന്നാമത്തെ ക്യാൻഡിൽ എന്താ ഉണ്ടായി കഴിഞ്ഞാൽ ഇതിനകത്ത് തന്നെയാണ് കിടക്കുന്നത്. മൂന്നും
4 ഒക്കെ ഇതിനകത്ത് തന്നെ കടന്നു. അതിന് 5 2-3 ക്യാൻഡിൽ ഇവിടെ കടന്നു എന്ന് വിചാരിക്കുക. അതിനുശേഷം ഒരു ക്യാൻഡിൽ ഫോം ചെയ്തു, വീണ്ടും ഇങ്ങനെ ഫോം ചെയ്തു. അതിനുശേഷം വീണ്ടും ഒരു ക്യാൻഡിൽ ഇങ്ങനെ ഫോം ചെയ്തു. ഇപ്പൊ എന്താന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞ പോലെ ഒന്നാമത്തെ ക്യാൻഡിലും മൂന്നാമത്തെ ക്യാൻഡിലും തമ്മിൽ ഒരു എന്താണ് ഇംബാലൻസ് എന്ന് പറഞ്ഞ സംഭവം ഇല്ല. കാരണം ഒന്നാമത്തെ ക്യാൻഡിൽ ഇതാണ്, മൂന്നാമത്തെ ക്യാൻഡിൽ ഇതാണ്, നാലാമത്തെ ക്യാൻഡിൽ ഇതാണ്, ഒന്നും തമ്മിൽ ഇംബാലൻസ് ഇല്ല. അപ്പൊ ഇതും തമ്മിലാണ് ഇംബാലൻസ് ഉള്ളത്. അപ്പൊ ഇത് നമ്മൾ സോണായി മാർക്ക് ചോദിച്ചാൽ ഞാൻ അത് മാർക്ക് ചെയ്യും. കാരണം ഞാൻ അങ്ങനെയും കൂടി നോക്കിയിട്ടാണ് ട്രേഡ് ചെയ്യണത്. ഇത് എത്ര പേര് പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് അറിയില്ല. ഞാൻ എൻ്റെ അതിൽ മാർക്ക് ചെയ്യുമ്പോൾ അത് ഞാൻ സോണായിട്ട് കൺസിഡർ ചെയ്യാറുണ്ട്. ഇത് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. കുറച്ചും കൂടി ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ അതിന് ലൈവ് എക്സാമ്പിൾ BTCയുടെ ചാർട്ട് തന്നെ ഉണ്ട്. ഈ ഒരു ക്യാൻഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ചോദിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ ഒന്നാമത്തെ ക്യാൻഡിലും മൂന്നാമത്തെ ക്യാൻഡിലും തമ്മിൽ ഇംബാലൻസ് ഉണ്ടോ വെച്ചാൽ ഇവിടെ ഒരിക്കലും ഇംബാലൻസ് ഇല്ല. എന്നാൽ ഈ ക്യാൻഡിലും തമ്മിൽ ഇംബാലൻസ് ഉണ്ടോ, അതും ഇല്ല. പക്ഷെ ഈ ഒരു ക്യാൻഡിലിന്റെ ഹൈയും ലോയും നോക്കുക. ഈ ഒരു വലിയ ക്യാൻഡിലിന്റെ ഹൈ ഇതാണ്, ലോ ഇതാണ്. ഈ ഫോം ചെയ്തിട്ടുള്ള 1, 2, 3, 4, 5 ക്യാൻഡിൽസും എവിടെയാണ് ഫോം ചെയ്തേക്കണേ? ഈ 5 ക്യാൻഡിലും ഫോം ചെയ്തേക്കണത് ഈ ഒരു വലിയ ക്യാൻഡിലിന്റെ അകത്താണ്. ഇതിന്റെ ഇൻസൈഡ് ബാർ ആണ് ഈ ബാക്കിയുള്ള 5 ക്യാൻഡിലും. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 5 ക്യാൻഡിലും ഒറ്റ ക്യാൻഡിലായിട്ട് കൺസിഡർ ചെയ്യും. ഇറസ്പെക്റ്റീവ് ഓഫ് ടൈം ഞാൻ അങ്ങനെയാണ് കൺസിഡർ ചെയ്യണത്. സോൺ മാർക്ക് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. എൻട്രി എടുക്കുന്നത് ഡിഫറെന്റ് ആണ്. അപ്പം ഈ എല്ലാം ഇത് ഇൻസൈഡ് ബാർ ആയതുകൊണ്ട് തന്നെ ഇതെല്ലാം ഒറ്റ ക്യാൻഡിലായിട്ട് കൺസിഡർ ചെയ്യും. രണ്ടാമത്തെ ക്യാൻഡിൽ ഇത് ബ്രേക്ക് ചെയ്തിട്ടുള്ള ക്യാൻഡിൽ മൂന്നാമത്തെ ക്യാൻഡിൽ തമ്മിൽ ഇംബാലൻസ് ഉണ്ട്. അപ്പൊ ഒന്നാമത്തെ ക്യാൻഡിലും മൂന്നാമത്തെ ക്യാൻഡിൽ തമ്മിൽ ഇംബാലൻസ് ഉള്ളതുകൊണ്ട് ഞാൻ ഇതും ഒരു സോൺ ആയിട്ട് മാർക്ക് ചെയ്യാറുണ്ട്. ഇതാണ് സെക്കൻഡ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഇവിടെ ഒന്നാമത്തെ ക്യാൻഡിൽ ഇത് ഇവിടെ സ്വാഭാവികമായിട്ട് ഈ ഒരു ക്യാൻഡിൽ ഫോം ചെയ്തു, ഇതും തമ്മിൽ ഇത് നോക്കിയേ. ഇതേ കേസ് ഒന്ന് താഴ്ത്തിക്ക് എടുത്ത് നോക്ക്. ഈ ഒരു ക്യാൻഡിലും ഇതാ ഒന്നാമത്തെ ക്യാൻഡിൽ ബ്രേക്ക് ചെയ്തു, രണ്ടാമത്തെ ക്യാൻഡിൽ ഇത് രണ്ടാമത്തെ ക്യാൻഡിലാണ്. നമുക്കതാ ഈ ഒരു ഒന്നാമത്തെ ക്യാൻഡിലും മൂന്നാമത്തെ ക്യാൻഡിലും തമ്മിൽ ഇംബാലൻസ് ഉണ്ടോ? ഇംബാലൻസ് ഇല്ല. ബിക്കോസ് ഇത് ഓൾറെഡി വന്ന് ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു രണ്ടാമത്തെ ക്യാൻഡിൽ ഇത്രയും വലുതായിട്ട് ഫോം ചെയ്തുകൊണ്ട് തന്നെ ഇതൊരു ഇംബാലൻസ് ഇല്ല. കാരണം ഇതിനകത്ത് തന്നെയാണ് വന്നേക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു ക്യാൻഡിൽ ഇതും ഒരിക്കലും ഇംബാലൻസ് ഇല്ല. കാരണം ഇവിടേക്ക് വന്ന് റെസ്പെക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഇതൊരു ഇംബാലൻസ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനിയിപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒന്നാമത്തെ ക്യാൻഡിലാണ്, ഇത് രണ്ടാമത്തെ ക്യാൻഡിലാണ്. ഈ രണ്ടാമത്തെ ക്യാൻഡിൽ ഇവിടുന്ന് മുതൽ വരുന്നുണ്ട്. മൂന്നാമത്തെ ക്യാൻഡിൽ ഇതാണെങ്കിലും ഈ മൂന്നാമത്തെ ക്യാൻഡിൽ എന്ന് പറയുന്നത് ഇതിനകത്ത് തന്നെ ടാപ്പ് ചെയ്തുകൊണ്ട് ഇതൊരു ഇംബാലൻസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യില്ല. അപ്പം അത് നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഈ ഒരു കാറ്റർ ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഇപ്പൊ ഇത് ഇവിടെ ലിക്വിഡിറ്റി കൂടി എടുക്കണം. മീൻസ് ഇത് ലിക്വിഡിറ്റി കൂടി എടുത്തു കഴിഞ്ഞാലാണ് ഞാൻ പറയാം, ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ വേണ്ടി പറഞ്ഞതാണ്. ഇങ്ങനെ ലിക്വിഡിറ്റി എടുത്തിട്ടുള്ള ഒരു ക്യാൻഡിൽ ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇൻസൈഡ് ബാർ വരികയാണെങ്കിൽ ഞാൻ ഇത് ഒരു പ്രോപ്പർ സോൺ ആയിട്ട് തന്നെയാണ് മാർക്ക് ചെയ്ത്, ഫുള്ളും ഒരു പ്രോപ്പർ സോൺ ആയിട്ടാണ് മാർക്ക് ചെയ്തത്. ഇതിനകത്ത് ലിക്വിഡിറ്റി എടുത്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഒരിക്കലും സോൺ എന്ന് പറയല്ല. പക്ഷേ ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്രൈറ്റീരിയ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാണ്, അത് നിങ്ങൾ ചെയ്യുക. ഇതാണ് 2 ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അപ്പം ഈ സോൺസ് മാർക്ക് ചെയ്യുന്നത് എളുപ്പമായി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇനി ഈ ഒരു ഇതിനകത്ത് ഇത്രയും സോൺസ് SMT എന്ന് പറഞ്ഞ സംഭവങ്ങളൊക്കെ ഞാൻ കൺസിഡർ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്വാഭാവികമായിട്ട് നമ്മളൊരു ട്രേഡ് എടുക്കുന്ന സമയത്ത് അതിലൊരു എന്താ പറയുക, ഒരു ചാർട്ട് അനലൈസ് ചെയ്യുമ്പോൾ ഒരു അപ് ട്രെൻഡ് ആണെന്ന് വിചാരിക്കും. അങ്ങനെ മാർക്കറ്റ് മേലേക്ക് പോകും, അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ട് ഇതുപോലത്തെ പുൾ ബാക്കോടുള്ള സോൺസ് കിട്ടുന്നുണ്ടോ. സോ നമുക്ക് എല്ലാത്തിലും പോയിട്ട് എൻട്രി സോൺ ആണെന്ന് പറയാൻ പറ്റില്ല. അപ്പം അതിന് നമുക്ക് മനസ്സിലാക്കിയ ഒരു സംഭവം എന്ന് വെച്ചാൽ, ഈ ഒരു സോണിന്റെ ഹൈ ഇതാണെന്നുണ്ടെങ്കിൽ തൊട്ട് മുൻപ് ഫോം ചെയ്തിട്ടുള്ള ഒരു സോണും തൊട്ട് ലാസ്റ്റ് ഫോം ചെയ്തിട്ടുള്ള ഒരു സോണും നല്ല രീതിയിൽ എപ്പോഴും റെസ്പെക്ട് ചെയ്യുന്നത് കാണാറുണ്ട്. അപ്പൊ ഇതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ ലാസ്റ്റ് ആണ് കുറച്ചും കൂടി നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന് ഡിസിഷണൽ സോൺ എന്നും ഇതിന് എക്സ്ട്രീം സോൺ എന്നാണ് പറയാ. ഇതിനകത്തുള്ള സോൺസ് സപ്പോർട്ട് ഇല്ല എന്നല്ല, ഇതിനകത്തുള്ള സോൺസും തട്ടി മാർക്കറ്റ് മേലേക്ക് പോകാനോ താഴത്തേക്ക് വരാനൊക്കെ സാധ്യതകളുണ്ട്. ഇതെല്ലാം ഒരു ട്രാപ്പ് ആയിട്ടാണ് കൂടുതലും ഞാൻ കണ്ടേക്കുന്നത്. അതുകൊണ്ടാണ് ഇതെല്ലാം ഒരു ട്രാപ്പ് എന്ന് പറയുന്നത്. ഈ വണ്ടി ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി ചെറിയൊരു മൂവ്മെന്റ് മേലേക്ക് വന്ന് വീണ്ടും താഴത്തേക്ക് വരാനുള്ള സാധ്യതകളാണ് ഇന്നത്തെ ഭാഗത്ത് ഞാൻ കൂടുതൽ കണ്ടേക്കുന്നത്. പക്ഷേ ഈ ഒരു ഭാഗത്താണെങ്കിൽ നമ്മൾ വീണ്ടും ചെറിയ ടൈം ഫ്രെയിമിൽ പോയി എൻട്രി കണ്ടു കഴിഞ്ഞാൽ വീണ്ടും നല്ല രീതിയിലൊരു റിട്ടേൺ, ഒരു 1:5 ഒക്കെ കിട്ടാനുള്ള സാധ്യതകളാണ് ഞാൻ ഇവിടെ ശ്രദ്ധിച്ചിട്ടുള്ളത്. അപ്പം അതുകൊണ്ടാണ് ഈ ഒരു യൂറോ USD കേസിൽ ഞാൻ ഇത്രയും സോൺസ് ഉണ്ടെങ്കിലും ഇവിടെ ഒരു ഡിസിഷണൽ സോൺ ബ്രേക്ക് ചെയ്തപ്പോൾ അടുത്ത എക്സ്ട്രീം സോണിലേക്ക് വരാനുള്ള സാധ്യതകളാണ് കൂടുതൽ എന്ന് പറയാൻ കാരണം. അപ്പൊ ഇത് എല്ലാത്തിലും 5 മിനിറ്റ്, 10 മിനിറ്റ്, 1 മണിക്കൂർ, 1 മണിക്കൂർ, 1 മിനിറ്റ്, 4 മണിക്കൂർ, ഒരു ദിവസം, ഏത് ടൈം ഫ്രെയിം ചാർട്ടിൽ വേണമെങ്കിലും സോൺസ് നിങ്ങൾ ഇങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടത്. ഈ സോൺസ് മാർക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും മാർക്കറ്റ് ഏത് വരെ വരാം, ഇവിടെയൊക്കെ വരാനുള്ള സാധ്യതകളുണ്ടോ. എൻട്രി എടുക്കേണ്ടത് വേറെയാണ്, സോൺസ് മാർക്ക് ചെയ്താൽ നമുക്കൊരു ഐഡിയ കിട്ടാനുള്ള സാധ്യതകളുണ്ട്. ഇതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിച്ചത്. ഏറ്റവും സിംപ്ലിഫൈ ചെയ്തിട്ട് സോൺസ് എങ്ങനെയാണ് മനസ്സിലാക്കുക എന്ന് ഞാൻ പറഞ്ഞു തരാനാണ് ശ്രമിച്ചത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട്, ഇതിപ്പോ ഞാൻ ബുള്ളിഷിന്റെ കേസിൽ മാത്രമാണ് പറഞ്ഞത്, അപ് ട്രെൻഡിന്റെ കേസിൽ മാത്രമാണ് പറഞ്ഞത്. ഡൗൺ ട്രെൻഡിന്റെ കേസിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചിന്തിച്ചിട്ട് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ അല്ല നിങ്ങൾക്ക് അതിനും ഒരു വീഡിയോ ഇതുപോലെ വേണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ചെയ്ത് നിങ്ങൾ താഴെ കമന്റ് ചെയ്താൽ മതി. പക്ഷേ എന്റെ ഒരു അഭിപ്രായത്തിൽ അതിന്റെ ആവശ്യം ഉണ്ടാവില്ല. കാരണം അപ് ട്രെൻഡ് എങ്ങനെയാണ് ചെയ്താൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നിങ്ങൾ ഡൗൺ ട്രെൻഡിൽ ചെയ്താൽ മതി. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഹോംവർക്ക് കൂടിയാവും അങ്ങനെ ചെയ്യുമ്പം. ഇപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ വന്ന് കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഒന്ന് ചോദിക്കുകയൊക്കെ ചെയ്താൽ മതി. അപ്പം ഇത്രയേ ഉള്ളൂ.
അപ്പം വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണമെന്ന് പ്രതീക്ഷിക്കുന്നു. വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. എല്ലാവർക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്.